ഈ വർഷത്തെ പബ്ലിക് പരീക്ഷ ടഫായിരിക്കും. ഈ ഒരു സംസാരം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ എവിടുന്നെങ്കിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ശരിക്കും പബ്ലിക് എക്സാം ടഫായിരിക്കും മക്കളെ? സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. നിങ്ങൾ എവിടെ നിന്നാണോ അത് കേട്ടത്, ആ പറഞ്ഞ ആൾക്കോ അയാളോട് പറഞ്ഞ ആൾക്കോ ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. കാരണം ആരും തന്നെ എന്താണ് ഈ പബ്ലിക് പേപ്പർ എന്താണ് പബ്ലിക് എക്സാമിന് നിങ്ങൾ സെറ്റ് ചെയ്ത പേപ്പർ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അത് നമ്മൾ കാണും, പബ്ലിക് എക്സാമിന് മുൻപ് തന്നെ നമ്മൾ കാണും. അപ്പം മാത്രം നമുക്കൊരു ഐഡിയ കിട്ടും, ഏത് നമ്മുടെ മോഡൽ പരീക്ഷയ്ക്ക്. അതിന് മുൻപ് നമുക്ക് ആർക്കും അറിയില്ല ശരിക്കും ഈ എക്സാം ടഫായിരിക്കും. പക്ഷേ സാർ എന്തിനായിരിക്കും ഈ വർഷം മാത്രം ഇങ്ങനെ എക്സാം ടഫായിരിക്കും എന്നൊക്കെ പറയുന്നത്? കാരണം ഇതുവരെ പരീക്ഷകളൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു അല്ലേ? സ്റ്റേറ്റ് സിലബസിൻ്റെ പരീക്ഷകളാണെങ്കിൽ പൊതുവേ എളുപ്പമാണ് എന്ന് പറയപ്പെടുന്ന ഒരു പരീക്ഷയാണ് അല്ലേ? അറ്റ്ലീസ്റ്റ് വാല്യുവേഷൻ എങ്കിലും കുറച്ചും കൂടി ജനറലി മറ്റ് ബോർഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണെന്ന് പറയപ്പെടുന്ന എക്സാമാണ്. തീർച്ചയായിട്ടും എളുപ്പം തന്നെയാണ് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുവരെ പരീക്ഷ ഈസി ആയിരുന്നു, അപ്പോൾ ഈ വർഷം ടഫാവും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ വിശ്വസിച്ചു, ഓ ഇതുവരെയൊക്കെ ഈസി ആയിരുന്നു, ഇപ്രാവശ്യം മുതൽ അവർ ടഫാക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒബ്വിയസ്ലി അത് പെട്ടെന്ന് വിശ്വസിക്കാൻ തോന്നും. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്താണ്? റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ വർഷവും അല്ലെങ്കിൽ മിക്ക വർഷങ്ങളിലും എല്ലാവരും ഇത് പറയുന്നതാണ്, ഈ വർഷത്തെ പബ്ലിക് എക്സാം ടഫായിരിക്കും. കഴിഞ്ഞ വർഷവും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മുൻപത്തെ വർഷവും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണ്? ഇത് പറയുന്നത് മിക്ക സമയത്തും നമ്മളെപ്പോലുള്ള ടീച്ചേഴ്സോ അല്ല നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സോ അല്ല നിങ്ങളുടെ ട്യൂഷൻ്റെ ഒക്കെ ടീച്ചേഴ്സോ നിങ്ങളൊന്നും കൂടി ഒന്ന് ഉഷാറാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങളിൽ പലരും എന്താണ് ഈ മോഡൽ എക്സാമിന് മുൻപുള്ള സമയം വരെ നിങ്ങൾ ഉഴപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോടെ വിചാരിച്ചിട്ട് പബ്ലിക് എക്സാം ടഫായിരിക്കും, നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാലേ നിങ്ങൾ പഠിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് മിക്ക വർഷങ്ങളിലും മിക്ക സമയങ്ങളിലും ഈ ടീച്ചേഴ്സ് ഇത് പറയുന്നത്. അത് ഏറെക്കുറെ വർക്ക് ചെയ്തുകൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ആ ഒരു വാർത്ത ഇങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. അല്ലാണ്ട് ആരും പേപ്പർ കണ്ടിട്ട് അത് ടഫാണെന്ന് മനസ്സിലാക്കി ആ ന്യൂസ് പടർന്നു വരുന്നതല്ല. അത് എല്ലാ വർഷവും നടക്കുന്ന റിയാലിറ്റി തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, സാർ ആക്ച്വലി ഇനി പരീക്ഷ ടഫായിരിക്കും, അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. നമുക്ക് മോഡൽ എക്സാം വരാൻ പോവാണ്. ആ മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പബ്ലിക് എക്സാമിൽ സെറ്റ് ചെയ്ത പേപ്പേഴ്സിൽ ഒരു പേപ്പറായിരിക്കും ഈ മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ മോഡൽ എക്സാമിൻ്റെ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും പബ്ലിക് എക്സാമിൻ്റെ ലെവൽ എന്തായിരിക്കും. എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതേ ചോദ്യങ്ങളായിരിക്കില്ല വരിക. പക്ഷേ നമുക്ക് ഏതാണ്ട് ഈ പേപ്പർ സെറ്റ് ചെയ്ത ടീം എന്ത് ലെവലിലാണ് പരീക്ഷയെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും രീതിയിൽ എന്താണ് നമ്മൾ പ്രിപ്പറേഷൻ മാറ്റണമെങ്കിൽ നമുക്ക് അപ്പോൾ മാറ്റാം. അതിനെ ഓർത്ത് നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നതിൽ ഒരു പോയിന്റും ഇല്ല. കാരണം ഇന്ന് മുതൽ മോഡൽ എക്സാം വരെയുള്ള സമയത്ത് പരീക്ഷ ടഫ് ആകുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഈസി ആകുമ്പോൾ പരീക്ഷയാണെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു മാറ്റം വരുന്നില്ല. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ സിലബസ് തീർക്കാനുള്ള സിലബസ് നിങ്ങൾ തീർക്കുക. പിന്നെ ബാക്കിയുള്ള സമയം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതിലെല്ലാ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യണം. ഈസി, മീഡിയം, ഡിഫിക്കൽട്ട് ഒക്കെ കോമ്പിനേഷനിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു പണിയേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അല്ലാണ്ട് പബ്ലിക് എക്സാം ടഫായിരിക്കും അതുകൊണ്ട് ഞാൻ ടഫ് ചോദ്യങ്ങൾ മാത്രമേ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന ടഫ് ചോദ്യമായിരിക്കില്ല പരീക്ഷയിൽ വരിക. മനസ്സിലായില്ലേ? പരീക്ഷയിൽ വരാൻ പോകുന്നത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ കുട്ടിക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായ ചോദ്യം ചിലപ്പോൾ വരുമായിരിക്കും. അപ്പം നിങ്ങൾ മോഡൽ എക്സാം വരെയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനിൽ പരീക്ഷ അവസാനം ടഫാണോ ഈസി ആണോ മീഡിയം ആണോ എന്നുള്ള കാര്യം എഫക്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണോ പോകുന്നത്, അല്ലെ ഇനി പോകുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അത് അങ്ങനെ തന്നെ പോകും. മോഡൽ എക്സാം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ഒരു ലോജിക്കൽ തീരുമാനം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ പബ്ലിക് എക്സാം എങ്ങനെയായിരിക്കും വരാമോ എന്നുള്ളൊരു പ്രഡിക്ഷനൊക്കെ എക്സാമിനറിൻ്റെ ഫാക്കൽറ്റി ടീം ഡിസ്കസ് ചെയ്തിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അതിനോർത്ത് നിങ്ങൾ കുറേ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മറിച്ച് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ +1 ചാനലിൽ ഇന്ന് മുതൽ മിഷൻ 10 days നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ആ 10 ദിവസം കൊണ്ട് നടക്കാൻ പോകുന്നത്രേ ഉള്ളൂ. കംപ്ലീറ്റ് +1 സിലബസ് 56ഓളം ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ള. എല്ലാ ചാപ്റ്റേഴ്സും വൈകുന്നേരം 7 മണിക്കും രാവിലെ 5 മണിക്കുമായിട്ട് ലൈവുകളിൽ എടുത്ത് തീർക്കുന്നതായിരിക്കും. ഈ ഒരു മിഷൻ 10 daysൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, ഈ ലൈവുകൾ അറ്റൻഡ് ചെയ്തിട്ട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ മക്കളെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുക. മോഡൽ എക്സാമിന് മുമ്പ് നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് തീരും എന്ന് മാത്രമല്ല, മോഡൽ എക്സാമിൽ തന്നെ മാക്സിമം മാർക്ക് നിങ്ങളൊന്ന് ഇതിൽ നല്ലോണം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ 90% മുകളിൽ മോഡൽ എക്സാമിൽ തന്നെ നേടിയെടുക്കാനുള്ള ഒരു അവസരമാണിത്. സോ ആ അവസരം നിങ്ങൾ പാഴാക്കരുത്. അതിനാകെ നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണ്? വൈകുന്നേരം 7 മണിക്ക് ഇന്ന് തുടങ്ങുന്നതാണ്. വൈകുന്നേരം വന്നിരിക്കുക. 3 ചാപ്റ്റർ ആയിരിക്കും ഇന്ന് ഫിസിക്സ് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ സ്ട്രേറ്റ് ലൈൻ ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ്. ഈ 3 ചാപ്റ്റേഴ്സ് നമുക്ക് എന്താണ് ഇന്ന് മുതൽ പഠിച്ച് തീർക്കണം. അങ്ങനെ ഓരോ ദിവസമായിട്ട് നമ്മൾ 10 ദിവസം നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടാൽ
വേറെ ലെവലിലേക്കായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാം റിസൾട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വൈകുന്നേരം കാണാം. പിന്നെ പരീക്ഷ ടഫായിരിക്കുമോ അതായിരിക്കുമോ എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ ടെൻഷൻ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ്? മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രം. അതിന് മുൻപ് അത് ഡിസ്കസ് ചെയ്യുന്നതിന് പോയിന്റ് ഇല്ല. കാര്യം മനസ്സിലായിരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈവിൽ വന്ന് പങ്കെടുക്കാൻ റെഡിയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കും കൂടി ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ. വൈകുന്നേരം 7 മണിക്കാണ്.